भारत माता की जय। जय जय भारत माता, जय जय भारत माता, अयो बोले अयो बोले अयो बोले बड़ी എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. ഞാൻ BJP ഒരു അംഗമാണ്. അതിന്റെ ഒരു ക്യാമ്പയിനിൽ വന്നതാണ്. എന്റെ പ്രോഗ്രാം ചാർട്ടേഡ് പ്രോഗ്രാംസ് ആണ്. കാലത്ത് 8 മണി മുതൽ രാത്രി 8 മണി വരെയുള്ള ഈ പ്രോഗ്രാംസ് ആണ്. അത് എന്റെ 4ാമത്തെ പ്രോഗ്രാമാണ് വാടാനപ്പള്ളിയിൽ. ഞാൻ ഇതിനു മുമ്പ് 3 സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ ഈ പ്രോഗ്രാമിന് വേണ്ടി വന്നതാണ്. പ്രോഗ്രാമിന് വേണ്ടി വന്നപ്പോൾ അവിടെ കുറച്ച് ലേറ്റ് ആവുന്നുള്ളതിന്റെ പേരിൽ ഞങ്ങൾ ഒരു വീട്ടിലേക്ക്, അത് എന്റെ ഫ്രണ്ടിന് എന്റെ ഒരു പാർട്ടി പ്രവർത്തകന്റെ ഒരു വീടുണ്ട്, നമുക്ക് അവിടെ കയറിയിട്ട് ഒരു ചായ കുടിച്ച് പോകാന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം നമ്മൾ അവർ കയറിയതാണ്. ഇത് മനഃപൂർവ്വം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇവരെ ഫോളോ ചെയ്ത് കാണും നമ്മളെ. ഈ കോൺഗ്രസ് പ്രവർത്തകർ നിങ്ങളെ ഫോളോ ചെയ്ത് പിന്നാലെ എത്തിയെന്നാണോ? പ്രതാപൻ ഉണ്ടാവാൻ സാധ്യത, ഞാൻ പറഞ്ഞ ഒരു സാധ്യത പറയാണ്. കാരണം അല്ലാണ്ട് ഞങ്ങൾ ഇതിന്റെ അകത്ത് കയറി ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിലാണ് ഇവരെല്ലാം കൂടി താഴെ വന്നിട്ട് ഭയങ്കര മുദ്രാ വിളിക്കുന്നത്. അപ്പൊ നോക്കുമ്പോൾ ഇവിടെ പ്രതാപന്റെ നേതൃത്വത്തിൽ കുറെ കോൺഗ്രസ് പ്രവർത്തകന്മാർ വന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ തന്നെ പോലീസ് എത്തി. പോലീസ് വന്നു. അപ്പൊ അവരുടെ ആരോപണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഗോഡൌണില് ഇത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഗോഡൌൺ എന്ന് പറയുന്ന ഈ വീടിന്റെ അല്പം മാറിയിട്ടാണ് ഈ ഗോഡൌൺ. ഇതിന്റെ ബാക്ക് സൈഡിലാണ് ഗോഡൌൺ. ഇവർക്ക് നാല് ഔട്ട്ലെറ്റ് ഉണ്ട്. സൂപ്പർ മാർക്കറ്റാണ്. ഇവർക്ക് 4 ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പൊ ഔട്ട്ലെറ്റിലേക്ക് വേണ്ട സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവിടെ. ഇവര് പറയുന്നത് വെച്ചാല് ഇവര് പറയുന്നത് വെച്ചാൽ ഈ കോൺഗ്രസ്സുകാർ പറയുന്നത് എന്താ വെച്ചാൽ ഇത് ഞങ്ങള് മനഃപൂർവ്വം ഇവിടുന്ന് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അത് ഈ BJP ഈ കിറ്റ് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിൽ വന്നതാണെന്നാണ് അവരുടെ എലിഗേഷൻ. അത് പൂർണ്ണമായി ഞാൻ നിഷേധിക്കുന്നു. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഒരു തടസ്സമില്ല. ആർക്ക് വേണമെങ്കിലും ഈ വീടിനകത്ത് കയറാം. ഇപ്പൊ ടിവിയിലൊക്കെ വന്ന് കാണുന്നത് ഞാൻ ഗോഡൌണിനകത്താണ്. ഞാൻ ഗോഡൌണിനകത്ത് പോയിട്ടില്ല. ഞാൻ അവരുടെ വീട്ടിലാണ്, അവരുടെ സോഫയിൽ ഇരുന്നിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇത് മുഴുവനും നുണ കെട്ടിച്ചമച്ചതാണ്. എന്തെങ്കിലും കാരണം ഇവര് തോൽക്കുമെന്ന് ഉറപ്പായതുകൊണ്ട് ഇനി ഏതെങ്കിലും ഒരു സാധനം വന്ന് പിടിച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രമാണ് പ്രതാപന്റെ. അല്ലാണ്ട് വേറെ ഒന്നും ഇതിന് പറയാനില്ല.